ഹായ്, ഞാൻ ഷെഫ് സിജി, വൈറ്റ് ഫോർട്ട് ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഡിഷ് പേഷ്വാരി പനീർ എന്നൊരു ഡിഷാണ്. നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു പ്രിപ്പറേഷനാണ് പനീർ. നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ പനീറിൻ്റെ ഡിഷ് അധികം നമ്മൾ ചെയ്ത് നോക്കാറില്ല. പക്ഷേ ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന രീതിയിലുള്ള ഡിഷാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ആദ്യം ചൂടാക്കുക. ഇത് 1/4 ടീസ്പൂൺ ചോപ്പ് ഗാർലിക്, ഇത് 1/2 ടീസ്പൂൺ ജിഞ്ചർ ലൈറ്റായിട്ട് സോട്ട് ചെയ്യാം. അതിലേക്ക് ചോപ്പ് ഓണിയൻ ചേർക്കുക. ഒരല്പം പച്ചമുളക് ചോപ്പ് ചെയ്ത് അല്പം എരിവിന് വേണ്ടി ചേർക്കാം. ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സ്പൈസസ് ചേർക്കാം. ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, ജീര പൗഡർ, മല്ലിപ്പൊടി, ഇത് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ശേഷം ചോപ്പ് ചെയ്ത ടൊമാറ്റോ ചേർക്കുന്നതിനകത്ത്. ഇതിലൽപ്പം ഓണിയൻ തിക്കായിട്ട് കട്ട് ചെയ്ത് ഒരു 3-4 പീസ് തരണം. അതുപോലെ തന്നെ ക്യാപ്സിക്കം തിക്കായിട്ട് കട്ട് ചെയ്ത്, ടൊമാറ്റോ തിക്കായിട്ട് കട്ട് ചെയ്ത്, ഒരല്പം വെള്ളം ചേർത്ത് കുക്ക് ചെയ്യും. നമുക്ക് ആവശ്യത്തിന് വേണ്ട ഗ്രേവിക്ക് വേണ്ടി വെള്ളം ആവശ്യത്തിന് ചേർക്കാം. ആ ഗ്രേവിയിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട് ബോയിൽ ചെയ്ത് അരച്ചെടുത്ത പേസ്റ്റാണ്, അതൊരു 2 ടീസ്പൂൺ. അതിലേക്ക് നമ്മൾ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത പനീറിൻ്റെ പീസുകൾ ഇടും. ഇതിലേക്ക് നമ്മൾ ഇന്ത്യൻ നോർത്ത് ഫുഡിനകത്ത് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 1-2 സ്പൂൺ ക്രീം ചേർക്കുക. കസ്തൂരി മേത്തി എന്ന പൗഡറുണ്ട്, കസ്തൂരി മേത്തിയുടെ ലീവ്സാണ്, അത് പൊടിച്ചതൊരു 1/4 ടീസ്പൂൺ. അപ്പോൾ മല്ലിയില അരിഞ്ഞതും കൂടി ആവശ്യത്തിന് ഉപ്പ് കറക്റ്റായിട്ട് ചേർക്കുക. നമ്മുടെ ആവശ്യത്തിന് ഗ്രേവി എന്തോരം വേണം അതിനനുസരിച്ച് വെള്ളം മിക്സ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്തിടുക. പേഷ്വാരി പനീർ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി പ്ലേറ്റിലേക്ക് ബോളിലേക്ക് മാറ്റാം. പേഷ്വാരി പനീർ എന്ന ഡിഷ് റെഡിയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു, വളരെ ഈസി എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ തന്നെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ വീട്ടിൽ ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഒരു പരീക്ഷണമായിട്ടും ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ളൊരു ഫുഡ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുകയും ആസ്വദിച്ച് കഴിക്കാനും പറ്റും. തീർച്ചയായിട്ടും വൈറ്റ് ഫോർട്ടിൽ വരികയാണെങ്കിൽ ഈ ഡിഷ് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതായിരിക്കും. ഇനി ട്രൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.